ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വീണ. അപ്പം നമുക്കിന്നൊരു വാട്ട ഇറ്റിൻ്റെ കണ്ടാലോ. അപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പിന്നെ വടിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഹൽവ തന്നെയാണ്. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയാമോ ഹൽവയ്ക്ക്. അങ്ങനെ അതിനൊക്കെ ശേഷം ഉച്ചയ്ക്കത്തെ ബിരിയാണിയും സലാഡും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് ഒരു കാച്ചങ്ങ് കാച്ചി. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പുറത്ത് വന്നായിരുന്നു കേട്ടോ. പുറത്ത് വന്നപ്പോഴത്തേക്ക് ഒരു നെയ്റോസ്റ്റങ്ങ് കഴിച്ച്. അതിനൊക്കെ ശേഷം ഒരു 10 മണി 11 മണി, അതായത് രാത്രിയാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടായി നീനമ്മയായിട്ട് ഞങ്ങൾ പുറത്ത് വന്നു കേട്ടോ. പുറത്ത് വന്നപ്പോഴത്തേക്കും ചേട്ടായി ഓർഡർ ചെയ്തത് ഷാർജയാണ് കേട്ടോ. അപ്പം ഞാൻ പപ്പായ ജ്യൂസാണ് പറഞ്ഞത്, അതാകുമ്പോൾ കുഞ്ഞിനും കുടിക്കാമല്ലോ. അങ്ങനെ ചേട്ടായി എനിക്ക് ഷാർജ കോരി തരുന്ന രംഗമാണ് ഈ കാണുന്നത്. പിന്നെ അതിന് ശേഷം എനിക്കുള്ള പപ്പായ ജ്യൂസ് വന്ന് അങ്ങനെ ഞാനും കുഞ്ഞുമണിയും കൂടെ കുടിച്ച്. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുഞ്ഞുമണിക്ക് ഒരു ഇടിയപ്പം വാങ്ങി വെച്ചേക്കാണ്. ചേട്ടായാണെങ്കിൽ പത്തിരി. ഞാനൊന്നും ഓർഡർ ആക്കിയില്ല, ജ്യൂസ് കഴിച്ചപ്പോൾ തന്നെ വയറിറങ്ങി. പിന്നെ ചേട്ടായി പിന്നെ 2-3 ഇടിയൊക്കെ വാരി തന്ന്. കുഞ്ഞുമണിക്ക് വേണ്ടി ഞങ്ങളിതേ സെപ്പറേറ്റ് വാങ്ങും. പുള്ളിക്കാരിക്ക് തനിയെ വാരി കഴിക്കാനാണ് ഇഷ്ടം. അതാകുമ്പോഴത്തേക്കും വയറിറച്ച് അവർക്ക് കഴിക്കാമല്ലോ. അങ്ങനെ കുഞ്ഞുമണി വാരി കഴിക്കാനുണ്ട്. അതിനൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. കുഞ്ഞുമണി തൊപ്പിയൊക്കെ വെച്ച്, തണുപ്പല്ലേ, അതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തേക്കാണ്. ക്യാമറ ഓണാക്കിയപ്പോഴേ കുഞ്ഞുമണി ഇവിടെ എന്തൊക്കെയോ പറയാണ്, എന്താണെന്നറിയത്തില്ല. പിന്നെ അവിടുത്തെ കടയിലുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ കുഞ്ഞുമണിയുടെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അനിയന്മാർക്ക് വേണ്ടി ബർഗർ ഷവർമ പാഴ്സൽ വാങ്ങിയത്. പിന്നെ അതിൽ നിന്നൊരു ബൈറ്റ് എടുത്തിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ, സീ യു അമ്മ.